ഇതിൻ്റെ ആലോചനകളിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി കടന്നു വന്നേക്കാം, അതുകൂടി നമുക്ക് പരിശോധിക്കാം. ഈ അനുമോദ്, ലീഗിന് കഴിഞ്ഞ തവണ മത്സരിച്ച എല്ലാ സീറ്റുകളും നൽകും, അത് ധാരണയായിട്ടുണ്ട്. ഇനി ലീഗിലേക്ക് വന്നാൽ അവരുടെ ടേം വ്യവസ്ഥ പോലെയുള്ള ചില ആലോചനകൾ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു. ചില ഇളവ് നൽകാൻ സാധ്യതയുള്ള മുഖങ്ങളും പേരുകളും നമ്മൾ നേരത്തെ പരാമർശിച്ചു പോയതുമാണ്. എന്തായാലും ഈ ടേം വ്യവസ്ഥ കൃത്യമാക്കാൻ തന്നെയാണോ ആലോചന? അങ്ങനെയെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം ലീഗിനൊരു വെല്ലുവിളി ഉണ്ടാക്കുമോ? എന്താണ് അവരുടെ ആലോചന? സജിത്ത്, ടേം വ്യവസ്ഥ കർശനമാക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ച ചെയ്തിരുന്നു ടേം വ്യവസ്ഥയിൽ. അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയത്തെ നിയമസഭയിലേക്ക് എത്തുമ്പോൾ അവർ കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ ഓരോ സീറ്റും പ്രധാനമാണെന്നിരിക്കെ അവിടെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിഗത മികവ് വലിയ ഒരു ഘടകമായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് പല സീറ്റുകളിലും സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ വിജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടെന്ന് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ കണക്കാക്കുമ്പോൾ ടേം വ്യവസ്ഥ അത്ര വലിയ തോതിൽ തന്നെ ബാധകമാക്കുമോ എന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഉണ്ടാകില്ല എന്ന തരത്തിൽ തന്നെ ഇവിടെ നമുക്ക് വിലയിരുത്തുവാൻ. നമ്മൾ അന്ന് ചർച്ച ചെയ്തതുപോലെ പ്രധാനപ്പെട്ട നേതാക്കൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി, എം.കെ. മുനീറും മത്സരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവരെ സംബന്ധിച്ച് ടേം വ്യവസ്ഥ ബാധകമാകുന്ന ഒരു സാഹചര്യമല്ല. അതിനപ്പുറം എൻ ഷംസുദ്ദീൻ, അതേപോലെ പി.കെ. ബഷീർ, മഞ്ഞളാംകുഴി അലി തുടങ്ങിയ പേരുകൾ ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമായിട്ടും ടേം വ്യവസ്ഥ അവർക്ക് ബാധിക്കില്ല എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ കെ.പി.എ. മജീദിനെ പോലെ മുതിർന്ന നേതാക്കൾ, അദ്ദേഹം ഏറെക്കാലത്തിന് ശേഷമാണ് കഴിഞ്ഞ തവണ തിരുവനന്തപുരം മത്സരിച്ച് എം.എൽ.എ. ആയത്, അദ്ദേഹത്തിനെ പോലെയുള്ളവർക്ക് കൂടി ഇത്തവണ അവസരം കൊടുക്കുമോ, അതോ അവർക്ക് ഇത്തവണ ഈ ടേം വ്യവസ്ഥയുടെ ഭാഗമായിട്ട് മാറി നിൽക്കേണ്ടി വരുമോ എന്നുള്ളതാണ് അറിയാനുള്ള കാര്യം. മറ്റ് പേരുകളിലേക്ക് ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയായിട്ട് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് ലീഗ് നേതൃത്വം കടക്കൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുന്ന സമയത്തേക്ക് ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിലേക്ക് ലീഗ് നേതൃത്വം കടക്കുകയുള്ളൂ. ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി ലീഗിന് ഏതെല്ലാം സീറ്റുകൾ എന്ന കാര്യത്തിൽ അന്തിമ ധാരണയെത്തിയതിനു ശേഷമേ എന്താണെങ്കിലും ലീഗിലെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് ലീഗ് നേതൃത്വം കടക്കൂ എന്നുള്ളതാണ് ഇതുവരേക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതിൽ തന്നെ ടേം വ്യവസ്ഥ ഇത്തവണ കർശനമാക്കില്ല എന്ന സൂചനകൾ തന്നെയാണ് നേതൃത്വത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. സജിത്ത്, യെസ്, അതാണ് ലീഗ്. എന്തായാലും ലീഗിനകത്ത് സ്ഥാനാർത്ഥി നിർണയം ഒരു തർക്കത്തിലേക്ക് പോകാൻ സാധ്യതയില്ല എന്ന കാര്യമാണ് അനുമോദ് സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, UDF നേരത്തെ തയ്യാറെടുക്കുന്നു എന്നതാണ് സാഹചര്യം. പക്ഷേ അവർക്ക് മുന്നിൽ വെല്ലുവിളി ഉയർത്തുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യം കേരള കോൺഗ്രസുമായുള്ള ധാരണയാണ്. അതായത് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായുള്ള നിർണായകമായ ചർച്ച ഈ ആഴ്ച നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകൾ വേണമെന്ന ഉറച്ച നിലപാടിൽ ഇപ്പോഴും ജോസഫ് ഗ്രൂപ്പ് നിൽക്കുകയാണ്. പക്ഷേ അത് കൊടുക്കില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. കാരണം ജോസഫ് വിഭാഗത്തിന് കഴിഞ്ഞ തവണയുണ്ടായ ഒരു പ്രത്യേക സാഹചര്യമാണ്. ആ സാഹചര്യം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ആ സീറ്റുകൾ കുറേയധികം ഞങ്ങൾക്ക് വേണം എന്നത് അവർ ആവശ്യപ്പെടുന്നു. എന്താണ് ഈ ചർച്ചകൾ എന്നതാണ്. നിർണായകമായ ചർച്ച നടക്കുന്നു. കോൺഗ്രസിൻ്റെ ആവശ്യം ഏറ്റുമാനൂർ ഏറ്റെടുത്ത് പകരം പൂഞ്ഞാർ കേരള കോൺഗ്രസ് നൽകാം എന്നൊരു നിലപാട് അവർക്കുണ്ട്. ഒപ്പം ഈ ഏറ്റുമാനൂർ ഏറ്റെടുത്ത് പകരം പൂഞ്ഞാർ അവർക്ക് കൊടുക്കാം. ഇതാണ് കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാട്. ആ സീറ്റിനെ സംബന്ധിച്ച് ഇടുക്കി, കോതമംഗലം, ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് കൂടി സ്വീകാര്യതയുള്ള ഒരു വ്യക്തിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. ഇടുക്കി സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം അവിടെ പ്രാദേശിക കോൺഗ്രസ് ഘടകം ഇടുക്കിയിൽ അതിശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു ധാരണ വന്നിട്ടില്ല. ഏതായാലും 10 സീറ്റുകൾ കൊടുക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ വെല്ലുവിളി ഉയർത്തുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. കാരണം എന്താണ്, കേരള കോൺഗ്രസുമായി ഉണ്ടാവുന്ന ഈ സമ്മർദ്ദവും തർക്കങ്ങളും അത് കത്തോലിക്ക സഭയെ എതിരാക്കുമോ എന്നൊരാശങ്ക. കാരണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് സഭാ നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ട്. അപ്പോൾ ആ പിന്തുണ അതേ രീതിയിൽ ഇത്തവണ ഉണ്ടാവുമ്പോൾ ഈ തർക്കങ്ങൾ സീറ്റുകൾ പിടിച്ചെടുക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നത് വെല്ലുവിളി ഉണ്ടാക്കുമോ എന്നതാണ്. പ്രത്യേകിച്ച് ഈ മധ്യ തിരുവിതാംകൂർ മേഖലകളിൽ അത് പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നൊരു വെല്ലുവിളി കോൺഗ്രസിന് വലിയൊരു ആശങ്ക കൂടി സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു പരിഹാര സാധ്യതയാണ് തേടുന്നത് എന്നതാണ്. എന്താണ് ഇതിൻ്റെ ചർച്ചകൾ നമുക്ക് നോക്കാം. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, കേരള കോൺഗ്രസുമായുള്ള ചർച്ച ഒരു വെല്ലുവിളിയാണ്, തർക്കമില്ല കാര്യത്തിൽ. കാരണം 10 സീറ്റുകളിൽ നിന്ന് പിന്നോട്ട് പോയാൽ കേരള കോൺഗ്രസ് എത്ര കണ്ടിടയും. ഒരുപക്ഷേ 10 സീറ്റ് കിട്ടില്ല, അവർ പുറമേക്ക് അവകാശപ്പെടുന്നുണ്ടെങ്കിലും 10 സീറ്റ് കിട്ടിയേക്കില്ല എന്നൊരു വിലയിരുത്തൽ കേരള കോൺഗ്രസ് നടത്തിയിട്ടുണ്ടാവാം. പക്ഷേ ചില പ്രധാനപ്പെട്ട സീറ്റുകളിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയാൽ അത് സീറ്റ് കിട്ടാതെ പോകുന്ന നേതാക്കൾ പാർട്ടിക്കകത്ത് ഉണ്ടാക്കുന്ന വെല്ലുവിളി കേരള കോൺഗ്രസിനുമുണ്ട്. മറ്റൊന്ന്, നേരത്തെ ഡാനിൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഈ കത്തോലിക്ക സഭ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സമ്മർദ്ദം കൂടിയാണ്. എങ്ങനെയാണ് ഇതിനൊരു പരിഹാര നിർദ്ദേശം കോൺഗ്രസിൻ്റെ മനസ്സിലുള്ളത്?
അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ഈ സീറ്റ് നിർണയം സംബന്ധിച്ച്, അതായത് 10 സീറ്റുകൾ അവർ കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സീറ്റുകൾ ഇത്തവണയും കൊടുക്കാനാകില്ല എന്ന ചർച്ചകൾ ആദ്യഘട്ടത്തിൽ അത്തരം ചർച്ചകൾ പരന്ന സമയത്ത് കോൺഗ്രസ് ക്യാമ്പിൻ്റെ പ്രതീക്ഷ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഉറപ്പായും കോൺഗ്രസ് ക്യാമ്പിലേക്ക്, കോൺഗ്രസ് കൂടാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നായിരുന്നു. പക്ഷേ ആ ചർച്ച പാതി വഴിയിൽ വഴിമുട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ അക്ഷരാർത്ഥത്തിൽ അത് ജോസഫ് വിഭാഗത്തിൽ ഒരു ഗുണമായി മാറുകയായിരുന്നു. കാരണം അവരുടെ ക്ലെയിമിൻ്റെ ഒരു ആക്കം കൂടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. സിറോ മലബാർ സഭ, പ്രത്യേകിച്ച് കോതമംഗലം രൂപത അടക്കം നിർണായകമായി തെരഞ്ഞെടുപ്പിൽ അവരുടെ കൃത്യമായ ഒരു ക്ലെയിം ഉന്നയിക്കാനുള്ള ഒരു സാധ്യത മുമ്പിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സീറ്റുകൾ വെട്ടിക്കുറച്ചാൽ അത് സഭയും അതോടൊപ്പം തന്നെ ഈ ജോസഫ് വിഭാഗത്തെയും ഒരുപോലെ പിണക്കുന്നതിന് തുല്യമാകുമോ എന്നൊരാശങ്കയാണ് നേതൃത്വത്തിന് മുമ്പിലുണ്ടായത്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം മറ്റു ഉപാധികളൊന്നും കേരള കോൺഗ്രസിന് മുമ്പിൽ വെച്ചിട്ടില്ല. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ജയസാധ്യതയുള്ള, കോൺഗ്രസിന് കൂടി സ്വീകാര്യതയുള്ള ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ കടുത്ത മത്സരം നടക്കുന്ന സീറ്റുകളിൽ മത്സരിപ്പിക്കാവൂ എന്നൊരു കാര്യം മാത്രമാണ് അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെ കാര്യം കേരള കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ കോൺഗ്രസ് നേതൃത്വം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഇടുക്കി, അതോടൊപ്പം കോതമംഗലം, അതോടൊപ്പം ഇരിങ്ങാലക്കുട, ഈ 3 മണ്ഡലങ്ങളിൽ ജയസാധ്യതയുള്ള കോൺഗ്രസിന് കൂടി സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ ശ്രദ്ധിക്കണം എന്ന ഒരു നിർദ്ദേശമാണ്, അത്തരത്തിലുള്ള ഒരു ചർച്ചയാണ് ആദ്യഘട്ടത്തിൽ കന്റോൺമെന്റ് ഹൗസിൽ വെച്ച് ചേർന്ന നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഇതുവരെ ചർച്ചകൾ നടന്നില്ല. ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ഈ ആഴ്ച കേരള കോൺഗ്രസ് നേതൃത്വവുമായി കോൺഗ്രസ് നേതൃത്വം നടത്തിയേക്കും എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ വെച്ചുമാറാനുള്ള സാധ്യത നിലനിൽക്കുന്നത് ഇപ്പോൾ ഒരേ ഒരു സീറ്റിൽ മാത്രമാണ്. അത് നിലവിൽ പ്രിൻസ് ലൂക്കോസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഏറ്റുമാനൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് പകരം അവിടേക്ക് പൂഞ്ഞാർ സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ താല്പര്യങ്ങൾ, അവരുടെ അഭിപ്രായങ്ങളൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ട് തീരുമാനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. കാരണം കഴിഞ്ഞ തവണ അവിടെ ടോമി കല്ലാരിയാണ് മത്സരിച്ചത്. വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഇത്തവണ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ് അവിടെയുള്ളത്. സ്വാഭാവികമായി ഏറ്റുമാനൂരിലെ രാഷ്ട്രീയ സാഹചര്യവും നമുക്കറിയാം. DCC അധ്യക്ഷൻ നാട്ടകം സുരേഷിൻ്റെ പേരടക്കം കോട്ടയത്ത് പറഞ്ഞു കേൾക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഏറ്റുമാനൂർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഈ സീറ്റ് വെച്ചുമാറലിനോട് പ്രാദേശിക നേതൃത്വങ്ങൾ, കേരള കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കൾ അവരൊക്കെ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഈ ആഴ്ച ഒരു കൃത്യമായൊരു ധാരണയിലേക്ക് എത്തിയേക്കും. അങ്ങനെയെങ്കിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതോടനുബന്ധിച്ച് തന്നെ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകളിലും ഒരു അന്തിമ ധാരണ ഉണ്ടാകാനാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ കോൺഗ്രസിൻ്റെ ഭാഗമാക്കാൻ, അല്ലെങ്കിൽ UDFിൻ്റെ ഭാഗമാക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ അവകാശവാദത്തിന് കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അവിടെ സഭകളുടെ നിലപാടുകൾ കൂടി കൃത്യമായി കോൺഗ്രസിൻ്റെ കണക്കിലെടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത, കോതമംഗലം അതിരൂപതയൊക്കെ അതിൽ നിർണായകമായൊരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ തവണ മത്സരിച്ച അത്രയും സീറ്റുകൾ വിട്ടു നൽകാൻ തന്നെയാണ് സാധ്യതയെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. പക്ഷേ ഒരു ക്ലെയിം, ഒരു ഉപാധി കോൺഗ്രസ് നേതൃത്വം മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി പറഞ്ഞാൽ ഇടുക്കി, കോതമംഗലം, ഇരിങ്ങാലക്കുട സീറ്റുകളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ നിർത്താവൂ. അല്ല എങ്കിൽ ആ സീറ്റ് ഏറ്റെടുക്കും എന്ന ഒരു ക്ലെയിമാണ് കോൺഗ്രസ് നേതൃത്വം മുമ്പോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.